ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. റൂൾ 15 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് നീക്കം. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് നോട്ടീസ് നൽകും. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിഷയം കൂടുതൽ ചർച്ചയാകുന്നു, കോൺഗ്രസ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു അല്ലേ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസിന്റെ നീക്കം, UDFന്റെ നീക്കം. ഇന്നലെ റൂൾ 15 നോട്ടീസ് ചർച്ചയ്ക്കിടെ പലതവണ പ്രതിപക്ഷങ്ങൾ സർക്കാരും BJP ഒത്തുകളിക്കുന്നു, അല്ലെങ്കിൽ BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ ഈ വിഷയത്തിൽ AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ ന്യൂസ് 18 വാർത്താ സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇന്ന് റൂൾ 15 നോട്ടീസായി തന്നെ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതും KPCCയുടെ അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് ഈ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഇതിനായി അദ്ദേഹം സ്പീക്കറുടെ ഓഫീസിന് ഇതിനകം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശക്തമായി തന്നെ വിഷയം ഉന്നയിക്കും. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നില്ല. കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ചർച്ച കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇയാൾ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത്ര നടപടി ഉണ്ടായില്ല. അതിശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. എല്ലായിടത്തും ഈ വിഷയം ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നിയമസഭയ്ക്കകത്തുകൂടി ഈ വിഷയം ഇന്ന് ഉന്നയിക്കാൻ, അതും റൂൾ 15 നോട്ടീസായി ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തുകയായിരുന്നു. നിയമസഭയിൽ വീണ്ടും ഇത് ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. റൂൾ 15 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് നീക്കം. കൂടുതൽ വിവരങ്ങളാണ് വി അരുൺ നൽകിയത്. അരുൺ, ഇനി കോൺഗ്രസ് എന്ത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും നീങ്ങുക എന്ന് വേണം നമ്മൾ കരുതാൻ? അനുശ്രീ, ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ മാർച്ചുകൾ ഉണ്ടായിരുന്നു, പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് KPCCയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി, AICC നേതാവ് ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മറ്റു ജില്ലകളിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. BJP നേതാവിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഭയപ്പെടുന്നു എന്ന ആരോപണമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ ചില ഭരണപക്ഷ MLA-മാർ പരാതി കൊടുക്കാൻ പോലും തയ്യാറാകാത്തവരാണോ, ധൈര്യം കാട്ടാത്തവരാണോ ഇത്തരം പരാതിയുമായി വരുന്നത് എന്ന ചോദ്യമാണ് ഭരണപക്ഷത്തെ ചില MLA-മാർ ഉന്നയിച്ചത്. ഈ ഇത്തരമൊരു കൊലവിളി നടന്നിട്ടും ഔദ്യോഗിക പരാതി KPCCയുടെ നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകാത്തവരാണ് ഭരണപക്ഷം വിമർശിച്ചത്. ഏതായാലും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിന്റുവിനെതിരെ ഇതിനകം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ, അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ ആവശ്യം അതാണ്. സഭയിലും ഇക്കാര്യം അതിശക്തമായി തന്നെ ഉന്നയിക്കാൻ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതിൽ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലും വലിയ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശക്തമായ തന്നെ വിഷയം ഉന്നയിക്കണമെന്ന പ്രതിപക്ഷം തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് സഭയിൽ ഇത് കൊണ്ടുവരുന്നത്. അരുൺ, അതുപോലെ തന്നെ ഈ സമ്മേളന കാലയളവിൽ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അംഗീകരിച്ച് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഇന്ന് ഈ പ്രിന്റുവിനെതിരായ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളമായിരിക്കും? പ്രതിപക്ഷത്തിന്റെ റൂൾ 15 നോട്ടീസ് ചർച്ചയ്ക്ക് തുടർച്ചയായി സർക്കാർ ചർച്ചയ്ക്കെടുത്തു. കഴിഞ്ഞ സഭകളിലൊന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ റെക്കോർഡായി തന്നെ അത് മാറുകയും ചെയ്തു. പക്ഷേ ഈ വിഷയം എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭരണകക്ഷിയും അതുപോലെ തന്നെ സ്പീക്കറും ഒക്കെയാണ്. ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ചർച്ചയ്ക്ക് തയ്യാറായാൽ അത് പ്രത്യേക ചർച്ചയായി 12 മുതൽ 2 വരെ പ്രത്യേക ചർച്ച നടക്കും. പക്ഷേ ഇതിൽ അടിയന്തര സ്വഭാവമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ സർക്കാർ സ്വീകരിച്ച നടപടി? പരാതി ലഭിച്ചപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അത് ഇന്ന് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി ഈ നോട്ടീസിന്റെ പരിഗണനാ വേളയിൽ ശൂന്യവേളയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കും. അതിനനുസരിച്ചായിരിക്കും ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുമോ അല്ലെങ്കിൽ തള്ളിക്കളയുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകുന്നത്. ശരി, ന്യൂസ് 18 ചർച്ചയ്ക്കിടയിലായിരുന്നു പ്രിന്റു മഹാദേവിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശം. ഇത് നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.